CM ഓഫീസിലേക്ക് CBIയും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് EDയും SFIOയും ഏത് നിമിഷവും ചവിട്ടി പൊട്ടിച്ചെത്താം എന്നുള്ള ഭയത്തിലാണ് പിണറായി വിജയൻ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. മാസപ്പടിയിൽ മകളെ ഊരാൻ ഓടുന്ന പിണറായിക്ക് വെള്ളിടിയായിരുന്നു വിശ്വസ്തൻ KM എബ്രഹാമിന്റെ തല കേന്ദ്ര ഏജൻസിയുടെ വായിലായ അവസ്ഥ. ആരെ ഊരിയെടുക്കണം? ഒരു വശത്ത് മകൾ, മറുവശത്ത് തായ്ക്കണ്ടിയിലെ തൊട്ടിത്തരങ്ങൾ അറിയാവുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം. സെക്രട്ടേറിയറ്റ് ഒരു അധോലോകമായെന്ന് ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ്. അധോലോക നായകരുടെ കയ്യിലാണോ സെക്രട്ടേറിയറ്റ് എന്ന ചോദ്യം ഉയരുകയാണ്. ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി പിണറായി വിജയൻ ഒരു മാഫിയയാണെന്ന് പറഞ്ഞത് കേരളം ഓർക്കുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യ ശത്രു മുൻപൊരു ബോംബ് പൊട്ടിച്ചിരുന്നല്ലോ. ഏകദേശം അതേ അവസ്ഥയിലാണോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന ചോദ്യം ഈ അവസരത്തിൽ പ്രസക്തമാണ്. കാരണം മുഖ്യന്റെ ശിങ്കിടികൾ എല്ലാവരും തന്നെ പല അഴിമതി കേസുകളിൽപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടിരിക്കുകയാണ്. ഏതു നിമിഷവും ഇവരെയൊക്കെ തൂക്കിയെടുക്കാൻ സംഘം എത്താം. എന്നാൽ അവരെ ആരെയും അന്വേഷണ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാൻ പിണറായിക്ക് കഴിയില്ല. അതിന് കാരണം സകലമാന അഴിമതികളും പിണറായി വിജയന്റെ സകല തൊട്ടിത്തരങ്ങളും ഇവർക്കറിയാം. അഥവാ എങ്ങാനും കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ പിണറായിയെയും കുടുംബത്തെയും അടപടലം വലിച്ചു പുറത്തേക്കിടുന്ന സത്യങ്ങൾ ഈ ശിങ്കിടികൾ വിളിച്ചു കൂവുമോ എന്നുള്ള ഭയം കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയനെ വേട്ടയാടുന്നത് എന്ന് പിണറായിയുടെ ശത്രുക്കൾ പറയുന്നു. എന്തൊക്കെ കൊള്ളകളാണ് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്? പിടിച്ചതിനേക്കാൾ വലുതാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുകാരി സ്വപ്ന സുരേഷിന് പരവതാനി വിരിച്ചപ്പോൾ CBI സേന എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ കാട്ടുകള്ളന്മാർ എല്ലാവരും കൂടി എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറി കൂടിയത്? ഇപ്പോൾ KM എബ്രഹാം വരെ കാര്യങ്ങളെത്തി. ഈ ഗജപോക്കിരികൾ അമുക്കിയത് കുറച്ചൊന്നും അല്ലല്ലോ. KM എബ്രഹാം എന്ന പേര് സെക്രട്ടേറിയറ്റിൽ ശുദ്ധിയുടെ പര്യായമായിരുന്ന കൊടിക്കൂറയല്ലേ? അതെങ്ങനെയാണ് അഴിമതിയുടെ ഇങ്ങനെ കൂതറ തുണിയായത്? മുഖ്യമന്ത്രി നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയ കൈകൾ KM എബ്രഹാമിന്റെ മേലും പതിച്ചോ? എബ്രഹാം എങ്ങനെയാണ് M ശിവശങ്കർ ആയത്? കാരണഭൂതന്റെ കയ്യിൽ അകപ്പെട്ടാൽ ഏതും മുക്കുപണ്ടമാകുമോ? ചീഫ് സെക്രട്ടറിയും പരിതപിക്കുന്നു. തന്റെ കറുപ്പിന് അഴകില്ലെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ സഹപ്രവർത്തകൻ കുത്തുവാക്ക് പറയുന്നുവെന്ന്. മുഖ്യമന്ത്രിയാണെങ്കിൽ പറയുന്നത് കോരന്റെ മകനായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വെണ്മ തന്റെ കരങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ്. നീതിന്യായങ്ങൾ 3/4 നശിച്ച കലിയുഗമാണോ ഇത്? മുണ്ടയിൽ കോരന്റെ 14ാമത് പുത്രനായ പിണറായി വിജയനും കണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളിയിൽ കേശവൻ മുതലാളിയുടെ 12 മക്കളിൽ 7ാമനുമായ വെള്ളാപ്പള്ളിയും തമ്മിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ചേർത്തലയിൽ നടന്ന ചരിത്ര സമാഗമം വികാരോജ്വലമായിരുന്നുവല്ലോ. മതേതരത്വം വെള്ളാപ്പള്ളിയുടെ മുഖത്ത് വിജൃംഭിക്കുന്നത് കണ്ട് പിണറായിയും കോൾമയിർ കൊണ്ടു. വെള്ളാപ്പള്ളിയുടെ സ്വതസിദ്ധമായ ശൈലി ഉരുക്കഴിച്ചപ്പോൾ പിണറായിക്ക് അമൃത് സേവിച്ച പ്രതീതി. കലികാല വൈഭവം തന്നെ. ചേർത്തലയെ കേരളത്തിന്റെ തലസ്ഥാനമാക്കിയാലോ എന്നും മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകും. വെള്ളാപ്പള്ളി കെട്ടിപ്പുണർന്നപ്പോൾ മതനിരപേക്ഷത അവിടെ മുഴുവൻ പൂത്തുലഞ്ഞു. കലികാലത്തെ ഗുരുവിനെ ജനം താണു വണങ്ങി. സെക്രട്ടേറിയറ്റിലെ 3ാം ഊഴമാണ് കേശവൻ മുതലാളിയുടെ 7ാമത്തെ മകൻ മുണ്ടയിൽ കോരന്റെ 14ാമത്തെ മകനെ നെറുകയിൽ കൈവച്ച് ആശീർവദിച്ചത്. ഏതു കുരിശടിക്കും ചേരുന്ന പേരായിരുന്നല്ലോ KM എബ്രഹാം. എന്തൊരു ഹരിചന്ദ്രൻ, പരമസത്യവാൻ. അടുത്തൂൺ പറ്റിയിട്ടും ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഇരുത്താൻ പറ്റിയ ചരക്ക്. നിയമത്തിൽ നെല്ലിട വിട്ടുവീഴ്ച കാട്ടാത്ത അവതാരം എന്ന സൽപ്പേര് 2 മന്ത്രിസഭകളെയും കയ്യിൽ വെച്ച് അമ്മാനമാടിയ മിടുമിടുക്കൻ. ഈ മുഖ്യമന്ത്രിക്ക് എന്തിൻ്റെ കേടാണെന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് ശിവശങ്കരൻ. ശിവശങ്കരൻ്റെ പോസ്റ്റിൽ പിണറായിയെയും പിണറായിയുടെ കിങ്കരന്മാരെയും എല്ലാവരെയും എടുത്ത് വലിച്ച് പുറത്തേക്കിട്ട് ചവിട്ടി മെതിക്കുകയാണ്. ആവണക്കെണ്ണ കുടിച്ച പോലുള്ള അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്ന് പരിഹസിക്കുകയാണ് ശക്തിധരൻ. ഒരിടവേള ശക്തിധരൻ FBയിൽ പോസ്റ്റൊന്നും ഇടുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും, പ്രത്യേകിച്ച് പിണറായി നടുക്കടലിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ശക്തിധരനും കൂടി ഒരു വശത്തുകൂടി വന്ന് നല്ല 1ാം തരം കൊട്ട് പിണറായിക്കിട്ട് കൊടുക്കുകയാണ്. അതിൽ ഇപ്പോൾ ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് KM എബ്രഹാമിനെ കുറിച്ചാണ്.
വിഴുപ്പുകെട്ടും അലക്കുകെട്ടും മാറി മാറി ചുമന്ന് ശീലിച്ച വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്ക് ചേർത്തലയിൽ ഇന്ന് സന്ധ്യാനേരത്ത് മൈക്ക് കെട്ടി മൂന്നാം ഊഴം ആശീർവദിച്ചതോടെ അതൊരു ദുശകനമാകുമോ എന്ന ഉൾഭയത്തിലാണ് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി ആശീർവദിച്ചതൊന്നും ഗുണം പിടിച്ചിട്ടില്ല. SFIക്കാരോട് മുൻപ് ആശീർവദിച്ചത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ചേർത്തലയിലും വെള്ളാപ്പള്ളിയോടും പറഞ്ഞത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തുടർന്നോളൂ, ഒന്നും ഭയക്കണ്ട, ബാക്കി ഞാൻ വന്ന് മൂപ്പിച്ചു തരാം. അതിനിടെ തലതിരിഞ്ഞ പണ്ഡിതൻ എന്ന് പുകൾപ്പെട്ട KM എബ്രഹാമിനെ CBI തേടി വരുന്നതും മുഖ്യമന്ത്രിക്ക് അനർത്ഥം തന്നെ. ഏതാന പിടിച്ചാലും കുലുങ്ങാത്ത ഈ കൊലകൊല്ലിയെ തളയ്ക്കാൻ ഹൈക്കോടതിയിൽ ആരാണ് കൂടോത്രം ചെയ്തത്? M ശിവശങ്കറിനെ പോലെ ഈ തിമിംഗലവും ഉള്ളിൽ പോയാൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ MV ഗോവിന്ദന്റെ മൂത്ത സന്തതി ഏതോ ഉരുവിൽ ദില്ലിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആരെ പിടിച്ചു കെട്ടുമോ ആവോ? ഒരുത്തനെ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാക്കിയതിൻ്റെ കേട് തീർന്നിട്ടില്ല. എല്ലാം കൂടി മേളം കൊഴുക്കും. ബേബി സഖാവിന് പണിയാകും. ക്യൂവിൽ അടുത്തതാരാണ്? ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. അതായത് പിണറായി വിജയന്റെ കിങ്കരന്മാരിൽ ഓരോരുത്തരായി വീണു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുൻപ് പിണറായിയുടെ വലങ്കയും ഇടങ്കയും എല്ലാം ശിവശങ്കരനായിരുന്നു. ഒടുവിൽ ശിവശങ്കരന്റെ ഊത്ത് തീർന്നു, അടുത്ത ആളെത്തി, അവിടെയും പണി കിട്ടി. KM എബ്രഹാമിനും കുരുക്കൊരുങ്ങുന്നു. കയ്യിൽ വിലങ്ങാണോ എന്നുള്ള ചോദ്യം ബാക്കി അവശേഷിക്കുകയാണ്. ശിവശങ്കരനേക്കാൾ ഒരുപടി മുകളിലാണ് KM എബ്രഹാം. കാരണം ശിവശങ്കരനേക്കാൾ കുറച്ചുകൂടി തന്ത്രശാലിയാണ്. ശിവശങ്കരൻ സ്വപ്നയുടെ സാരിത്തുമ്പിൽ വീണു. പക്ഷേ KM എബ്രഹാം അങ്ങനെ വീഴുന്ന ആളല്ല. അതിനേക്കാൾ കുതന്ത്രങ്ങൾ പയറ്റി തെളിഞ്ഞ ആളാണ് KM എബ്രഹാം എന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ ഉദ്യോഗസ്ഥൻ KM എബ്രഹാമിനെതിരെ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ ഞെട്ടലിലാണ് പിണറായി സർക്കാർ ഇപ്പോഴും ഉള്ളത്. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും സൂപ്പർ പവറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ് KM എബ്രഹാം. ഒരു കാലത്ത് സഹാറ എന്ന വ്യവസായ ഭീമനെ വീഴ്ത്തിയതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് എബ്രഹാം, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ. 2018 ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ് KM എബ്രഹാം. ഓരോ വർഷവും ശമ്പള വർധനവും, അതും 10% വീതം വർധന ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം ചിലരിൽ ഒരാളാണ്. 2016 ഓഗസ്റ്റ് 25-നാണ് KM എബ്രഹാം കിഫ്ബി CEO ആകുന്നത്. അങ്ങനെ വെറുതെ കൊടുത്തതൊന്നുമല്ല ആ കസേര. കിഫ്ബിയെ വെച്ച് ചില കളികൾ കളിക്കുന്നതിന് വേണ്ടി തന്നെ ആ തലപ്പത്തേക്ക് കൊണ്ടുവന്ന പിണറായി കണ്ടെത്തിയ തലയാണ് KM എബ്രഹാം. അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ CEO ആയി കൂടി നിയമിച്ചു. ഇന്ന് KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യവും ശക്തമാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നില്ല എന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളെ എങ്ങനെ കിഫ്ബി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തും എന്നതാണ് ചോദ്യം. കോടതി പ്രഥമ ദൃഷ്ട്യാ വരുമാനത്തിനപ്പുറം സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തുകയും അന്വേഷണം തടസ്സപ്പെടുത്തുകയും കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത ഒരാൾക്ക് സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്.